പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ മനോവ്യഥയുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ആലംബി നേതാവായിരുന്ന TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2012 മെയ് 4 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് രാത്രി 10:45 എനിക്കൊരു ഫോൺ കോൾ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. കാരണം ഒരു ഉറക്കം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. ചോദിച്ചു പറഞ്ഞ് ഏഷ്യാനെറ്റിൽ നിന്ന് ഷാജഹാനാണ് വിളിക്കുന്നത്, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പ്രതികരണം എന്നോടാണ് ചോദിക്കുക. ആകെ സ്തംഭിച്ചു പോയി. അതിന് ചോദിച്ചപ്പോഴത്തേക്കാണ് 10:45 അവിടെ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആറമ്പിയുടെ നേതാവും അടുത്ത സഹപ്രവർത്തകനുമായിരുന്ന അദ്ദേഹം അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം അറിയുന്നത്. തൊട്ട് പിറ്റേന്ന് തന്നെ കോഴിക്കോട് ചെന്നു. ചന്ദ്രശേഖരൻ്റെ മൃതദേഹത്തിലേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ആ തുണിയൊന്ന് പൊക്കിയപ്പോൾ മുഖം എന്ന് പറഞ്ഞൊരു ഭാഗം കാണിച്ചു തന്നു. അത് ഒരിക്കലും മുഖമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ വെട്ടിക്കീറിയതിൻ്റെ ഭാഗമായി ഇങ്ങനെ തുന്നി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഡോക്ടർമാരെ അന്വേഷിച്ച് മനസ്സിലായ ഡോക്ടർമാരത് എത്രയോ മണിക്കൂറുകൾ എടുത്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒന്ന് തുന്നിക്കൂട്ടാൻ. ആ മുഖമൊക്കെ കണ്ടതൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നലെ കണ്ടതുപോലെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടന്നു വന്ന് UDF സർക്കാരാണ് അന്വേഷിക്കുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച്, എനിക്കിപ്പോൾ പറഞ്ഞ ചില പേരുകളൊക്കെ ഓർമ്മയുണ്ട്. രാജ്മോഹൻ, അനൂപ് കുരുവിള ജോൺ, ഷൗക്കത്ത് അലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുള്ളതായിരുന്നു അന്വേഷണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിൻസെൻ്റ് പോൾ, TP സെൻകുമാർ എന്നീ ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, എനിക്കൊന്ന് അവരെ IGO മറ്റോ ഒക്കെ ആയിരുന്നു, ADGP ഒക്കെ ആയിരുന്നു, അവരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്. വളരെ ചടുലമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു. 2012 നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014 അന്വേഷണം പൂർത്തിയാക്കി എരഞ്ഞിപ്പലം സെഷൻസ് കോടതിയിൽ അതിൻ്റെ വിചാരണ ആരംഭിച്ചു. ആ വിചാരണയ്ക്ക് മുമ്പ് ഏതാണ്ട് 2-3 ഡസൻ ആളുകൾ കൂറുമാറി. ഞാനത് കൃത്യമായി അന്ന് പരിശോധിക്കുമായിരുന്നു. 2-3 ഡസൻ ആളുകൾ കൂറുമാറി. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൂറുമാറിയത് ഞാൻ ഓർക്കുന്നു. ഏതോ ഒരു സാക്ഷിയുടെ വീടിൻ്റെ മുന്നിൽ റീത്ത് വെച്ചതുമായി ബന്ധപ്പെട്ട് വന്ന് ഞാൻ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നു. അവരെ ഈ പറഞ്ഞ പോലെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടന്നു. അവരുടെ പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയ സംഭവം ഉണ്ടായി. അത്തരത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അന്വേഷണം നടന്ന സമയത്ത് നടന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ കൊലപാതകം നടന്ന ഉടനെ തന്നെ അത് മാഷാ അള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം നടന്നു. ഏതോ ബോംബെയിലുള്ള ഏതോ ഒരു വലിയ പണക്കാരൻ വ്യവസായി, അയാൾക്കുള്ള സ്ഥാപിത സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് കൊലപാതകം നടന്നത് എന്നുള്ള നിലയിലുള്ള ഇത് നടന്നു. PC ജോർജിന് അതിലെന്തോ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ അന്ന് വന്നു. അപ്പോൾ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയാവുന്ന എല്ലാ രീതിയിലും CPM ശ്രമിച്ചു. അതൊക്കെ മറികടന്ന് 2014 അതിൻ്റെ വിചാരണ ആരംഭിച്ചു. അപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗമായി ശ്രീ P. കുമാരൻകുട്ടിയായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ രമയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിച്ച ആളായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. കുമാരൻകുട്ടി. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലായിട്ടുള്ള CK ശ്രീധരൻ ആയിരുന്നു അന്ന് കേസ് വാദിച്ചത്. എന്നാൽ പ്രതികൾക്ക് വേണ്ടി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരാണ് ഹാജരായത്. B. രാമൻപിള്ള എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ വക്കീലായിരുന്നു. കൊടുസിനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. അങ്ങനെ വാദം നടന്നു. അതെനിക്ക് 2014 ജനുവരി 28 മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വിധി വന്നു. ആ വിധി വന്നപ്പോൾ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ, അതായത് കൊടും കുറ്റവാളികൾ, അവരെല്ലാവരെയും കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചു. അതോടൊപ്പം തന്നെ PK കുഞ്ഞനന്തനെ പോലുള്ള ആളുകൾ അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരെയും ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടു. അവർ ജയിലിൽ പോയി. 2014 ശേഷം 10 വർഷമായി. 10 വർഷത്തിനിടയിൽ അവരേതാണ്ട് ഒരു 30 മാസം പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പുറത്തായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ പത്രത്തിൽ കാണും. 30 മാസം, 10 വർഷമായി. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ? ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം ഈ പ്രതികളെല്ലാം കൊടുത്ത അപ്പീല്, തങ്ങളുടെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെ പ്രതികളെല്ലാം കൊടുത്ത അപ്പീല് ഹൈക്കോടതിയിൽ കിടക്കുകയായിരുന്നു. അതിന് വാദം കഴിഞ്ഞു. ആ വാദം കേട്ടത് ഡോക്ടർ ജസ്റ്റിസ് AK ജയചന്ദ്രൻ നമ്പ്യാരും
ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു. അവർ ഈ കഴിഞ്ഞ ഫെബ്രുവരി 19 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 150 പേജുള്ള വിധിന്യായം അവർ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിന്യായത്തിൽ നേരത്തെ ശിക്ഷ വിധിച്ച എല്ലാവർക്കും അവരുടെ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, 2 പ്രതികൾ വെറുതെ വിട്ട 2 പ്രതികളെ ആ പ്രതികളെ വെറുതെ വിട്ട ആ നടപടി റദ്ദാക്കി അവർക്ക് കൂടി ജീവപര്യന്തം തടവ് ശിക്ഷ ഈ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു, തടവ് ശിക്ഷ വിധിച്ചു. അത് ഒന്ന് 10-ാം പ്രതിയായിട്ടുള്ള KK കൃഷ്ണനും 12-ാം പ്രതിയായിട്ടുള്ള ജിയോജിത്ത് ബാബു എന്ന് പറഞ്ഞ 2 പേർ കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ട നടപടി ഈ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും അവർക്ക് കൂടി ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണം എന്ന് ഈ ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ആ വിധിന്യായം എപ്പോഴത്തേക്കും വന്നതുപോലെ വിശദമായി പരിശോധിക്കാനും വിശകലനം ചെയ്യാനും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് ഞാനതിന് ഒന്ന് മുതിരാൻ ശ്രമിക്കുന്നത്. കാരണം ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 2014 വിധിന്യായം സംബന്ധിച്ച് പലപ്പോഴും വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ഞാനൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിധിന്യായം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു കാര്യം പുറത്തു കൊണ്ടിരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, CPMന് ഈ TP ചന്ദ്രശേഖരൻ്റെ ഗൂഢാലോചനയിലുള്ള പങ്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ വിധിന്യായം പുറത്തു കൊണ്ടിരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അൺആംബിഗ്വസ് ആയിട്ട്, ഇൻ നോ അൺസർട്ടൺ ടേംസ് ഈ വിധിന്യായം പുറത്തു കൊണ്ടിരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിധിന്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഗൂഢാലോചനയുടെ ഭാഗം, ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വിധിന്യായം ഞാൻ പറഞ്ഞു 150 പേജുള്ള ഈ വിധിന്യായം ഈ 2 ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ അറിയണം. അതിൽ AK ജയചന്ദ്രൻ നമ്പ്യാരാണ് ഈ വിധി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ വിധിന്യായം ആരംഭിക്കുന്നത് അമർത്യ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ്. ഡെമോക്രസി ത്രൈവ്സ് ഓൺ ദ പീസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. അതായത് ജനാധിപത്യം നിലനിൽക്കുന്നത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, അതായത് ആശയങ്ങളുടെ ഈ പറഞ്ഞ പോലെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു കൈമാറ്റത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. നോട്ട് ഓൺ ദ വയലൻറ്റ് ഇമ്പോസിഷൻ ഓഫ് ബിലീഫ്സ്, അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിശ്വാസങ്ങൾ വളരെ ഈ പറഞ്ഞ പോലെ ആക്രമണോത്സുകമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ആശയങ്ങൾ വളരെ സൗമ്യമായി കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് ഡെമോക്രസി നിലനിൽക്കുന്നത്. പൊളിറ്റിക്കൽ വയലൻസ് is the pollution, is the poison that corrodes the roots of democratic principles. രാഷ്ട്രീയ അതിക്രമങ്ങൾ ജനാധിപത്യ ആശയങ്ങളുടെ വേരുകളെ ഈ പറഞ്ഞ പോലെ ദ്രവിപ്പിക്കുന്ന ഒരു വിഷമാണ് എന്നാണ് 2ാമത്തെ വാചകം പറയുന്നത്. Political violence is the poison that corrodes the roots of democratic principles. Democracy thrives on peaceful exchange of ideas, not on violent imposition of beliefs. Political violence is the poison that corrodes the roots of democratic principles. അമർത്യ സെൻ. അതായത് ജനാധിപത്യം നിലനിൽക്കുന്നത് വളരെ സൗമ്യമായി ആശയങ്ങളുടെ കൈമാറ്റത്തിലൂടെയാണ്, അല്ലാതെ ആശയങ്ങളുടെ ആക്രമണോത്സുകമായി അതിൻ്റെ അടിച്ചേൽപ്പിക്കലിലൂടെയല്ല. രാഷ്ട്രീയ അതിക്രമം എന്ന് പറയുന്നത് ജനാധിപത്യ ആശയങ്ങളുടെ വേരുകളെ ദ്രവിപ്പിക്കുന്ന ഒരു വിഷമാണ് എന്ന അമർത്യ വാചകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ള അമർത്യ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ഈ സംഭവം നടന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ 94, 95, 96, 97 4 പേജുകളിലാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള തങ്ങളുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ അവർ പറയുന്നു. സുഹൃത്തുക്കളെ, ആ കണ്ടെത്തലുകൾ ഞാനിനി വിശദമാക്കാൻ പോവുകയാണ് ഇവിടെ.
അത് വിശദമാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. CPM ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ആഴവും പരപ്പും എത്രയായിരുന്നു എന്നുള്ളത്. അതാണ് ഇനി ഞാൻ പറയാം. 94-ാമത്തെ പേജിൽ അവർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 94-ാമത്തെ പേജുകൾ പറഞ്ഞു തുടങ്ങുകയാണ്. അതിൽ ഒന്നാമത്തത്, ടി.പി. ചന്ദ്രശേഖരൻ CPMൽ നിന്ന് പിരിഞ്ഞു പോവുകയും RMP എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി RMPയും CPMുമായിട്ടുള്ള ശത്രുത വർദ്ധിച്ചു. അല്ലെങ്കിൽ RMPയും CPMുമായി ശത്രുത നിലനിന്നു. There was an air of hostility between the members of the RMP and the CPM since T.P. Chandrasekharan broke away from the CPIM and floated a new party as with RMP. അപ്പോൾ ഈ പ്രവർത്തകർ തമ്മിലുള്ള ശത്രുത നിലനിന്നിരുന്നു. 2, ഈ ശത്രുത കൂടുതൽ വർദ്ധിച്ചു. എങ്ങനെ വർദ്ധിച്ചു? ടി.പി. ചന്ദ്രശേഖരൻ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും ദീർഘകാലമായി CPMന് ലഭിച്ചിരുന്ന ആ സീറ്റിൽ CPM സ്ഥാനാർത്ഥി തോക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തതോടെ ഈ ശത്രുത വർദ്ധിച്ചു. എന്ന് പറയുമ്പോൾ 2009 ടി.പി. ചന്ദ്രശേഖരൻ വടകര മണ്ഡലത്തിൽ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ദീർഘകാലമായി CPMാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ആ മണ്ഡലത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ്റെ മത്സരം കൊണ്ടാവാം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു, CPM സ്ഥാനാർത്ഥി തോറ്റു. അതിനെ തുടർന്ന് ശത്രുത വർദ്ധിച്ചു. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട്. 3, ഇത് പോലീസും ഈ ശത്രുതാ മനോഭാവത്തെക്കുറിച്ച് പോലീസിനും അറിയാമായിരുന്നു, സംസ്ഥാനത്തെ പോലീസിനും അറിയാമായിരുന്നു. അവർ ടി.പി. ചന്ദ്രശേഖരൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ടി.പി. ചന്ദ്രശേഖരന് പോലീസ് സംരക്ഷണം ആവശ്യമാണ് എന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. അതാണ് 3-ാമത്തെ പോയിന്റ്. 4-ാമത്തെ പോയിന്റ്, ടി.പി. ചന്ദ്രശേഖരന് തന്നെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഈ ഭീഷണിയെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോസിക്യൂഷൻ 5-ാം സാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രമയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? എന്തെങ്കിലും തൻ്റെ ജീവന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇത് 8-ാം പ്രതിയായിട്ടുള്ള KC രാമചന്ദ്രൻ, 9-ാം പ്രതിയായിട്ടുള്ള അശോകൻ, 10-ാം പ്രതിയായിട്ടുള്ള കൃഷ്ണൻ, 14-ാം പ്രതിയായിട്ടുള്ള മോഹനൻ മാസ്റ്റർ, ഇവരുടെ 4 പേരുടെയും അറിവോടുകൂടിയേ സംഭവിക്കുകയുള്ളൂ എന്ന് ടി.പി. ചന്ദ്രശേഖരൻ 5-ാം സാക്ഷിയായിട്ടുള്ള തൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. അടുത്ത പോയിന്റ് വളരെ പ്രസക്തമാണ്. 10-ാം പ്രതിയായിട്ടുള്ള കൃഷ്ണൻ ഫെബ്രുവരി 12-ാം തീയതി ഈ പറഞ്ഞ പോലെ വളരെ ഫിയറി ആയിട്ടുള്ള ഒരു ഭീഷണി പ്രസംഗം നടത്തി. ഭീഷണികൾ കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു പ്രസംഗം അദ്ദേഹം ഫെബ്രുവരി 2012 നടത്തി. അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? ടി.പി. ചന്ദ്രശേഖരനെ ഭീകരമായി അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും CPMനെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയാൽ ഗുരുതരമായിരിക്കും പ്രത്യാഘാതം എന്ന് പറയുകയും ചെയ്തു. ആര്? 10-ാം പ്രതി കൃഷ്ണൻ. കൃഷ്ണൻ ഇത് പറയുമ്പോൾ 8-ാം പ്രതിയായിട്ടുള്ള KC രാമചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു, അതായത് പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ 8-ാം പ്രതി KC രാമചന്ദ്രൻ 10-ാം പ്രതി കൃഷ്ണനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതാണ് 5-ാമത്തെ പോയിന്റ്. 6-ാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? 2/4/2012 20/4/2012 ഇടയ്ക്ക് 8-ാം പ്രതി KC രാമചന്ദ്രൻ, 11-ാം പ്രതി മനോജൻ, 12-ാം പ്രതി ജിയോജിത് ബാബു, 13-ാം പ്രതി കുഞ്ഞനന്ദൻ, ഈ 4 പേരും തമ്മിൽ 32 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിരുന്നു. ഇവരെല്ലാവരും തന്നെ CPMന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അതാണ് 6-ാമത്തെ പോയിന്റ്. 7-ാമത്തെ പോയിന്റ് എന്താണ്? 10/4/2012 1-ാം പ്രതി അനൂപ്, 3-ാം പ്രതി കൊടിസുനി, 8-ാം പ്രതി KC രാമചന്ദ്രൻ, 11-ാം പ്രതി മനോജൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവർ ചൊക്ലിയിലുള്ള സമീറ എന്ന് പറഞ്ഞ ഒരു ക്വാർട്ടേഴ്സിന് മുമ്പിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്.
ഒന്നാം പ്രതി അനൂപും മൂന്നാം പ്രതി കൊടിസുനിയും CPM-മായി ബന്ധമുള്ളവരല്ലെങ്കിലും അതിനകത്ത് പറയുന്നത് വെച്ചാൽ A1 and A3 not being persons with any association with CPM and being persons against whom we have found reliable evidences that connected them with the murder of Chandrasekharan, their meeting with A8, A11 and A12 points towards their involvement in the conspiracy of the murder as well. അതായത് ഒന്നാം പ്രതി കൊടിസുനിക്കും ഒന്നാം പ്രതി അനൂപിനും മൂന്നാം പ്രതി കൊടിസുനിക്കും CPM-ആയിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പോലും അവർക്ക് ചന്ദ്രശേഖരൻ്റെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ മുകളിൽ തന്നിട്ടുണ്ട്. എന്നാൽ അവർ A8 KC രാമചന്ദ്രൻ, അതുപോലെ തന്നെ A11 മനോജൻ, A12 ജിയോതി ബാബു, ഈ 3 പ്രതികളുമായി അവർ സംസാരിച്ചതിൽ നിന്നും അവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയുന്നു. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള KC രാമചന്ദ്രൻ, മനോജൻ, ജിയോജിത് ബാബു എന്നിവരുമായി ഒന്നാം പ്രതി അനൂപും മൂന്നാം പ്രതി കൊടിസുനിയും സംസാരിച്ചതിൽ നിന്ന് ഈ സജീവ പ്രവർത്തകർക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയുന്നു. അതിൽ ഒന്നാം പ്രതി അനൂപും മൂന്നാം പ്രതി കൊടിസുനിക്കും CPM-ആയിട്ട് ബന്ധമൊന്നും ഇല്ലാത്തവരാണെന്ന് ഓർത്തുകൊള്ളണം. ഇനി അടുത്ത പോയിന്റ് എന്താണ്? 20/4/2012 8-ാം പ്രതി KC രാമചന്ദ്രനും 11-ാം പ്രതി മനോജനും 13-ാം പ്രതി കുഞ്ഞനന്ദനുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ KC രാമചന്ദ്രനും മനോജ് എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടുള്ള മനോജും കൊടിസുനിയായിട്ട് സംസാരിക്കുന്നു. പാർട്ടി പ്രവർത്തകരായിട്ടുള്ള KC രാമചന്ദ്രനും മനോജും 13-ാം പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ പാനൂർ ഏരിയ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. അതിൻ്റെ തെളിവുണ്ട്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? 20/4/2020 24/4/2020 2-ാം പ്രതി കിർമാണി മനോജ്, 5-ാം പ്രതി മുഹമ്മദ് ഷാഫി, 8-ാം പ്രതി KC രാമേന്ദ്രൻ, 11-ാം പ്രതി മനോജ്, 12-ാം പ്രതി ജിയോജിത് ബാബു, 13-ാം പ്രതി കുഞ്ഞനന്ദൻ ഇവർ തമ്മിൽ 20/4/2012 24/4/2012 ഇടയിൽ 16 തവണ ഇവർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ KC രാമേന്ദ്രനും മനോജനും ജിയോതി ബാബുയും കുഞ്ഞനന്ദനും അവർ 4 പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്. കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി ഇവർ പാർട്ടിയുമായി ബന്ധമില്ലാത്ത കൊലപാതക കേസിലെ പ്രതികളാണ്. അവർ തമ്മിൽ 16 തവണ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിലെ ഈ കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അവർക്ക് CPM-വുമായി ബന്ധമില്ലാത്തവരാണ്. അപ്പോൾ ആ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ സജീവ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള KC രാമേന്ദ്രൻ, മനോജൻ, ജിയോതി ബാബു, കുഞ്ഞനന്ദൻ എന്നിവരുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 4 പേർക്കും ഈ ഗൂഢാലോചനയിൽ ബന്ധമുണ്ട് എന്ന് തെളിയുന്നു. അടുത്ത പോയിന്റ് എന്താണ്? 25/4/2012 KL 58D 8144 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്നോവ കാറ് നവീൻ ദാസ് എന്ന് പറഞ്ഞ ആ ഇന്നോവ കാറിൻ്റെ ഉടമ 8-ാം സാക്ഷി ഹാരിസ് വഴി 18-ാം പ്രതിയായിട്ടുള്ള റഫീഖിന് നൽകുന്നു. അതാണ് അടുത്ത നിരീക്ഷണം. അടുത്തതെന്താണ്? 26/4/2012 മുതൽ 1/5/2012 വരെ there were 11 calls between A2 കിർമാണി മനോജ്, A5 മുഹമ്മദ് ഷാഫി, A11 മനോജ്, A12 ജിയോതി ബാബു, A13 കുഞ്ഞനന്ദൻ ആൻഡ് A14 മോഹനൻ മാസ്റ്റർ. അതായത് 26/4/2012 1/5/2012 ഇടയിൽ പ്രതികളായിട്ടുള്ള കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള മനോജൻ, ജിയോതി ബാബു, കുഞ്ഞനന്ദൻ, മോഹനൻ മാസ്റ്റർ അവരെ 11 തവണ വിളിച്ചിരിക്കുന്നു. There were calls between A11 and A12 on 25/2000. പോട്ടെ. ഈ അടുത്ത നിരീക്ഷണം എന്താ? A2 കിർമാണി മനോജ് എന്ന് വെച്ചാൽ പാർട്ടിയായിട്ട് ബന്ധമില്ലാത്തയാൾ പ്രതി, A5 മുഹമ്മദ് ഷാഫി അവരെ 28-ാം പ്രതി രമീഷ്, 29-ാം പ്രതി ദിബിന് അവരെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഓർക്കാട്ടേരി ബസ് സ്റ്റാൻഡിന് 4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കാണപ്പെട്ടു. They were seen taking a gunny bag containing some articles from the bushes nearby and putting the same inside the Innova vehicle. അവർ
അകത്തെന്തോ ഉള്ള വലിയൊരു ചാക്ക് എടുത്തുകൊണ്ട് വന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇന്നോവ വെഹിക്കിളിൽ ഇടുന്നതായി കണ്ടു. ആര്? കർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, രമീഷ്, ദിബിൻ അവരൊക്കെ 22/5/2012 രാത്രി 9:30 മണിക്ക് ഓർക്കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ബാഗ്, ഈ ചാക്ക് കൊണ്ടുവന്ന് ഇന്നോവ കാറിൽ ഇടുന്നത് കണ്ടത്. അറ്റ് അബൌട്ട് 16 hours on 4/5/2012, ദ ഡേ ഓഫ് ദ മർഡർ, അതായത് കൊലപാതകം നടന്ന അന്ന് 4/5/2012 4 മണിക്ക് 1-ാം പ്രതി അനൂപും 3-ാം പ്രതി കൊടിസുനിയും 5-ാം പ്രതി മുഹമ്മദ് ഷാഫിയും 7-ാം പ്രതി ഷിനൂജും 31-ാം പ്രതി പ്രദീപനും were seen along with the Innova vehicle at the Chokli stand. ഈ പ്രതികളെല്ലാവരും കൂടി ചേർന്ന് ഇന്നോവ വെഹിക്കിളോടുകൂടി ചൊക്ലി സ്റ്റാൻഡിൽ കൊലപാതകം നടന്ന അന്ന് 4 മണിക്ക് അവരെ കണ്ടെത്തി. അറ്റ് അബൌട്ട് 21 hours on the same day, അതായത് കൊലപാതകം നടന്ന അന്ന് ഏതാണ്ട് 9 മണിക്ക് 4-ാം പ്രതി രജീഷ് TK, 6-ാം പ്രതി സിജിത്ത്, 20-ാം പ്രതി ദിൽഷാദ്, 21-ാം പ്രതി ഫസലു were seen at Koroth loading something that looked like swords into the Innova vehicle. അതായത് കൊലപാതകം നടന്ന അന്ന് വൈകിട്ട് 9 മണിക്ക് രജീഷും സിജിത്തും ജിൽഷാദും ഫസലുവും അവരെ കോറോത്ത് റോഡിൽ കണ്ടെത്തി അവരെ എന്തോ വാൾ ഉൾപ്പെടെയുള്ള എന്തൊക്കെയോ ഇന്നോവ കാറിലേക്ക് കയറ്റുന്നതായി കണ്ടു. അറ്റ് അബൌട്ട് 22:13, അതായത് 10:13 അതായത് കൊലപാതകം നടന്ന 10:13 TP ചന്ദ്രശേഖരൻ വാസ് മർഡേർഡ് ബൈ ദ ഗാങ് ഓഫ് അസൈലൻസ് കംപ്രൈസിങ് 1 to 7. അപ്പോൾ ഈ കൊലപാതകം നടന്ന അന്ന് രാത്രി, അതായത് 4-ാം തീയതി രാത്രി 10:13 ആയപ്പോഴത്തേക്കും ചന്ദ്രശേഖരനെ ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ നിഷ്ഠൂരമായി വധിച്ചു. അപ്പോൾ ഇതാണ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാരുടെയും ഡോക്ടർ കൗസരടപ്പകത്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ 150 പേജുള്ള വിധിന്യായത്തിലെ 94 മുതൽ 97 വരെ പേജിൽ വിശദമായി പറഞ്ഞിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗം. ഈ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ എല്ലാം ശിക്ഷ ശരിവയ്ക്കുകയും അതേസമയം 10-ാം പ്രതിയും 12-ാം പ്രതിയുമായിട്ടുള്ള KK കൃഷ്ണൻ, ജിയോതി ബാബു അവരെ 2 പേരും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ട് അവർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡിവിഷൻ ബെഞ്ചിലൂടെ വിധിയിലൂടെ CPM എന്ന് പറഞ്ഞ പാർട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചന പരസ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. പരസ്യമായിരിക്കുന്നു. അതിൽ മോഹനൻ മാസ്റ്റർ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാഞ്ഞെന്നുള്ളത് മാത്രമാണ് ഒരു സംശയം ആയിട്ട് കിടക്കുന്നത്. എന്തായാലും ഇനി TP ചന്ദ്രശേഖരൻ്റെ വധം CPM നടത്തിയ ഗൂഢാലോചനയിലാണെന്ന് ഒരു സ്ഥലത്തും CPMന് പറയാൻ കഴിയില്ല. അതാണ് ഈ വിധിന്യായത്തിൽ കൂടി ഈ പറഞ്ഞ പോലെ ആ നീക്കുപോക്കലായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പുറത്ത് വന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നീതിപീഠങ്ങളിലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ട ഒരു വിധിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ അവസാനമായി 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ രമയുടെ പാർട്ടിയായിട്ടുള്ള RMP ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള പോരാട്ടമാണ്. അതായത് ഏത് വിധേനയും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയ ശ്രമം, ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞു, സാക്ഷികളെ കൂറുമാറ്റാൻ നടത്തിയ ശ്രമം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അപകീർത്തിപ്പെടുത്താനും പീഡിപ്പിക്കാനും നടത്തിയ ശ്രമം, അതുപോലെ തന്നെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രതികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, പലതരത്തിലുള്ള വാദഗതികൾ പറഞ്ഞ് അന്വേഷണത്തിൻ്റെ ദിശ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ അവസാനം എന്താ സംഭവിച്ചത്? അവസാനം ഈ പ്രതികൾക്ക് വേണ്ടി ഏറ്റവും മുന്തിയ വക്കീലന്മാരെ അണിനിരത്തി CPM. ഇപ്പം B. രാമൻപിള്ളയൊക്കെയാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. ഇത്തവണയും എല്ലാ പ്രതികൾക്കും വേണ്ടി വാദിച്ചിട്ടുള്ളത് B. രാമൻപിള്ള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലാണ്. എല്ലാ പ്രതികൾക്കും വേണ്ടി വാദിച്ചത്. അപ്പോൾ ആ നിലയിൽ ഈ കേസിൻ്റെ അന്വേഷണം അവസാനമായിട്ട് എന്താ സംഭവിച്ചത്? 2014 ഈ കേസ് വിചാരണയ്ക്കെടുത്തപ്പോഴത്തേക്കും ആ കേസിൽ വാദിച്ച പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള CK ശ്രീധരൻ
അയാളെപ്പോലും ഇവർ വിലക്കെടുത്തു, CPM വിലക്കെടുത്തു. അതായത് TP ചന്ദ്രശേഖരന് വാദിക്ക് വേണ്ടി മരണപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് മരണപ്പെട്ട ആൾക്ക് വേണ്ടി പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ UDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ വാദിച്ച അഡ്വക്കേറ്റ് CK ശ്രീധരനെ പോലും CPM വിലക്കെടുത്ത് ആ CK ശ്രീധരൻ്റെ പോലും ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ ഈ കേസ് ഇത് ചെയ്തത്. കാരണം CK ശ്രീധരൻ്റെ ഗുണം എന്താ? TP ചന്ദ്രശേഖരന് അനുകൂലമായിട്ടുള്ള വാദങ്ങളെല്ലാം അയാൾക്കറിയാം. അയാളെപ്പോലും വിലക്കെടുത്തു CPM. എന്നിട്ട് അയാളുടെ കൂടി ഉപദേശ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അപ്പീൽ വന്നപ്പോഴത്തേക്കും ഗവൺമെൻറ് പോയത്. അതായത് രാമൻപിള്ള അന്ന് 2014 കൊടിസുനിക്ക് വേണ്ടി വാദിച്ച ആളാണ്. ആ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വേണ്ടി വാദിച്ച രാമൻപിള്ളയ്ക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇരുന്നത് CK ശ്രീധരനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അയാൾ പോലും ഇപ്പോൾ CPMലാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം ഉയർത്തിയാണ് CPM ഇന്ന് ഈ അപ്പീലിനെ നേരിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നേരിട്ട സമയത്തെല്ലാം അചഞ്ചലമായി ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി നിന്ന് ആ വാദങ്ങളെല്ലാം പൊളിച്ചത് ശ്രീ P. കുമാരൻകുട്ടി എന്ന് പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. അദ്ദേഹമാണ് ആ വാദങ്ങളെല്ലാം പൊളിച്ചത്. കാരണം അന്ന് ഇരകൾക്ക് വേണ്ടി ഇരയ്ക്ക് വേണ്ടി അന്ന് ഇരയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിൽ വെച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് P. കുമാരൻകുട്ടി. അദ്ദേഹം RMPയുടെ പ്രവർത്തകൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടം നമുക്കൊരു കാരണവശാലും ഈ അവസരത്തിൽ മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പൊൻതൂവലായിരിക്കും ഈ വിധിന്യായം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഭാഗമായി പ്രതികളെല്ലാവരും ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, രണ്ടുപേരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിക്കൊണ്ട് രണ്ടുപേരെ കൂടി ശിക്ഷിക്കുന്ന ഒരു വലിയ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിധിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിലൂടെ CPM നടത്തിയിട്ടുള്ള ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ഈ വിധിന്യായം ഒരു വാട്ടർ ഷെഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പണ്ഡിതോചിതമായിട്ടുള്ള ഒരു വിധിന്യായമാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും കൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ 150 പേജുള്ള ഈ വിധിന്യായം. അത് നിയമവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനാർഹമാണ് ഈ വിധിന്യായം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഈ വിധിന്യായം നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. എന്തായാലും RMP എന്ന് പറഞ്ഞ ആ പാർട്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടവും ആ പോരാട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള P. കുമാരൻകുട്ടി നടത്തിയിട്ടുള്ള വലിയ ഒരു പോര്, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് P. കുമാരൻകുട്ടി എന്ന് പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അഭിവാദ്യം ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.